നമ്മൾ നൊവേറ്റഡ് ലീസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട്. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നൊവേറ്റഡ് ലീസ് ഒരു മണ്ടത്തരമാണോ? അതെ, നൊവേറ്റഡ് ലീസ് ഒരു മണ്ടത്തരമാണോ? ഈ നൊവേറ്റഡ് ലീസിൻ്റെ അവസാനം, അതായത് 1 വർഷം മുതൽ 5 വർഷം വരെയാണ് നമുക്ക് നൊവേറ്റഡ് ലീസ് ആയിട്ട് ലോൺ കിട്ടുക. ഈ നൊവേറ്റഡ് ലീസിൻ്റെ അവസാനം കാറ് നമ്മുടെ സ്വന്തമാകുമോ, അതോ നമ്മൾ വീണ്ടും ആ കാറ് പൈസ കൊടുത്ത് വാങ്ങേണ്ട വരുമോ എന്നാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദയവായി ആഡ് ചെയ്യുക. മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വെൽക്കം ടു ഓട്ട്കാറ്റ ദ ഓട്ട് കാച്ചി ടോക്സ്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് നിങ്ങൾ നൊവേറ്റഡ് ലീസിൽ കാറ് വാങ്ങുമ്പോൾ അതിലൊരു മെയിൻ കാര്യമാണ്, അവർ പറയും there will be a residual, അതായത് റെസിഡ്വൽ അല്ലെങ്കിൽ ബലൂൺ പേയ്മെൻറ്റ്. അതായത് നിങ്ങളുടെ ലോൺ ടേം കഴിയുമ്പോൾ, നൊവേറ്റഡ് ലീസിൻ്റെ പീരീഡ് കഴിയുമ്പോൾ 5 വർഷമാണെങ്കിൽ 5 വർഷം, അല്ലെങ്കിൽ 1 വർഷമാണെങ്കിൽ 1 വർഷം, അത് കഴിയുമ്പോൾ നിങ്ങളൊരു ബലൂൺ പേയ്മെൻറ്റ്, അതായത് ഒരു വലിയൊരു എമൗണ്ട് പൈസ നിങ്ങൾ അടച്ചാൽ മാത്രമാണ് ആ കാറ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ, സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് നൊവേറ്റഡ് ലീസിൽ. അപ്പോൾ ഈ കണ്ടീഷൻ വേറെ ആരുമല്ല വെക്കണേ, നമ്മുടെ ഓസ്ട്രേലിയൻ ടാക്സ് ഓഫീസാണ് ഈ പോളിസി അല്ലെങ്കിൽ ഈ നിയമം വെച്ചത്. അതായത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ കാറിൻ്റെ ലോൺ ഈ നൊവേറ്റഡ് ലീസിൻ്റെ പീരീഡിൽ അടച്ചു തീർക്കാൻ പറ്റില്ല. നിങ്ങൾ ATO പറയുന്നു അതിൻ്റെ എത്രയോ ശതമാനം, ഒരു സർട്ടൻ പെർസെൻറ്റേജ് റെസിഡ്വൽ അറ്റ് എൻഡ് ഓഫ് ദ ലോണിൽ വരണം. അപ്പോൾ അതായത് നിങ്ങൾ ഒരു വർഷം 5 വർഷം നൊവേറ്റഡ് ലീസ് അടച്ചു കഴിഞ്ഞിട്ടും നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് വാല്യൂ ഉണ്ടോ എന്നാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയാം. ATO ഈ റെസിഡ്വൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ATOയുടെ ഗൈഡ് ലൈൻ ഇങ്ങനെയാണ്. ഏകദേശം നിങ്ങൾക്ക് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ലീഗൽ ഫൈനാൻഷ്യലോ ഒക്കെ ആയിട്ട് പോയി എക്സാക്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കാം. ഞാനൊരു ഏകദേശം ഒരു സാധാരണക്കാരന് വേണ്ടി പറയുന്നതാണ്. 1 വർഷത്തെ ലീസാണെങ്കിൽ എൻഡ് ഓഫ് ദ 1 വർഷത്തെ ലീസ് നിങ്ങൾക്ക് ആ കാറ് സ്വന്തമാക്കണമെങ്കിൽ ആ കാറിൻ്റെ 66% പൈസ കൊടുത്താലേ നമുക്ക് ആ കാറ് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. എന്നാൽ 2 വർഷമാണെങ്കിൽ 56, 10 വെച്ച് കുറയും. 3 വർഷമാണെങ്കിൽ 46, 4 വർഷമാണെങ്കിൽ 36, 5 വർഷമാണെങ്കിൽ 26. ഒരു വ്യത്യാസം ഉണ്ടാവും, ചെറിയ വ്യത്യാസം. 28 ആണ്. അങ്ങനെ ഒരു റഫായിട്ടാണ് ഞാൻ പറയണേ. ആ കാറിൻ്റെ ഇത്തരം പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ കാറ് സ്വന്തമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് മറക്കാണ്ടിരിക്കുക. നമ്മൾ നൊവേറ്റഡ് ലീസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, നൊവേറ്റഡ് ലീസിൽ കാർ എടുക്കണോ എന്ന് ആലോചിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യണം. അതായത് നിങ്ങൾ നൊവേറ്റഡ് ലീസിൽ കാർ എടുക്കുമ്പോൾ നിങ്ങൾ കാറിൻ്റെ വാല്യൂ, മാർക്കറ്റ് വാല്യൂ മസ്റ്റായിട്ടും നോക്കണം. നൊവേറ്റഡ് ലീസാണ്, നിങ്ങളുടെ കമ്പനിയാണ് റീപേയ്മെൻറ്റ് നടത്തണേ എന്നുള്ളതൊക്കെ വെച്ചിട്ടൊന്നും ഇഷ്ടമുള്ള തോന്നിയ പോലെ ഏത് കാർ എടുത്താലും നമുക്ക് നഷ്ടമില്ല എന്ന് വിചാരിക്കരുത്. കാരണം വേറെ ഒന്നുമില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ നൊവേറ്റഡ് ലീസിൽ ഒരു കാർ എടുത്തു, ടൊയോട്ട ലാൻഡ് ക്രൂസർ എടുത്തു. ലാൻഡ് ക്രൂസറിന് $90,000 ഓസ്ട്രേലിയൻ ഡോളറാണെന്ന് വിചാരിക്കുക. 5 വർഷം കഴിയുമ്പോൾ അതിൻ്റെ നൊവേറ്റഡ് ലീസിൻ്റെ അവസാനം 5 വർഷം കഴിയുമ്പോൾ ആ കാറിൻ്റെ റെസിഡ്വൽ, അതായത് $26,000 ഓസ്ട്രേലിയൻ ഡോളർ കൊടുത്താൽ മാത്രമേ ആ കാറ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 5 വർഷത്തിന് ശേഷം ഈ ലാൻഡ് ക്രൂസറിൻ്റെ വില 26,000-ന് മുകളിലാണെങ്കിൽ നിങ്ങൾ നൊവേറ്റഡ് ലീസിൽ എടുത്തത് ലാഭമായി. അതായത് സാധാരണ സ്ഥിതിക്ക് ലാൻഡ് ക്രൂസർ 5 വർഷം കഴിഞ്ഞാലും അതിൻ്റെ വില ഒരു 65,000, ഒരു 60 to 65,000 അല്ലെങ്കിൽ 70,000-ൻ്റെ അടുത്ത് വരും. അതിന് അത്ര വലിയ ഡിപ്രീസിയേഷൻ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിഡ്വൽ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 26,000 ആണ്.
പക്ഷേ അതിൻ്റെ ശരിക്കുള്ള വില മാർക്കറ്റിൽ ആ സമയത്ത് 65,000 ആണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ്, അതായത് 30-something,000 നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും. എന്നാൽ നിങ്ങളൊരു എന്താ പറയുക, എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങളിപ്പോൾ ഒരു ഇലക്ട്രിക് കാർ എടുത്തു, ടെസ്ലയോ അല്ലെങ്കിൽ വേറെ ഇലക്ട്രിക് കാർ എടുത്തു. ആ കാറിൻ്റെ വിലയും ഏകദേശം ഒരു 90 അടുത്ത് വന്നു എന്നായിരിക്കും. ആ കാറിൻ്റെ ആ വില, അതിൻ്റെ റെസിഡൽ എമൗണ്ട് അപ്പോഴും ഗവൺമെൻറ് ATO പറയുന്നത് 5 വർഷം കഴിയുമ്പോൾ 26,000 ഓസ്ട്രേലിയൻ ഡോളറാണ്. എന്നാൽ ഈ ഇലക്ട്രിക് കാർ ഈ 5 വർഷം കഴിയുമ്പോൾ ഇലക്ട്രിക് കാറിൻ്റെ മാർക്കറ്റ് വാല്യൂ ഈ ടൊയോട്ട ലാൻഡ് ക്രൂസറെ പോലെ കൂടി നിൽക്കുമോ അതോ കുറഞ്ഞു പോവുമോ? പലരും പറയുന്നുണ്ട് ഇലക്ട്രിക് കാറിൻ്റെ ഹണിമൂൺ പീരീഡ് ഓസ്ട്രേലിയയിൽ തീർന്നു, ഇലക്ട്രിക് കാർ വിൽക്കാൻ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റണില്ല, അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ പാർട്സ്, അതിനൊക്കെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട്, ഇതിനൊന്നും ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ എങ്ങാനും ഈ ഇലക്ട്രിക് കാർ 5 വർഷം കഴിഞ്ഞിട്ട് വലിയ വിലയില്ല, അതായത് ആ കാറിന് ചിലപ്പോൾ ഒരു 25,000 കിട്ടുമോ, അല്ലെങ്കിൽ 20,000 5 വർഷം കഴിഞ്ഞിട്ട് ആ കാറ് വിറ്റാൽ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റെസിഡൽ എമൗണ്ട് ആയ 26,000 കൊടുത്ത് ഈ 20,000 രൂപയുടെ കാറ് വാങ്ങുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഞാൻ പറയുകയല്ല ഇലക്ട്രിക് കാറിൻ്റെ വില അത്രയും കുറയുന്നു, പോട്ടെ, ഇലക്ട്രിക് കാർ വേണ്ട, നമ്മൾ വീണ്ടും പഴയ ലാൻഡ് ക്രൂസറിലേക്ക് പോവുക. ഈ ലാൻഡ് ക്രൂസറിൻ്റെ വില ഈ 5 വർഷം കഴിയുമ്പോൾ 20,000 മാറിയാൽ നമ്മൾ $26,000 കൊടുത്ത് 20,000 രൂപയുടെ വണ്ടി വാങ്ങുന്നത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് നിങ്ങൾ ആലോചിക്കാം. അപ്പോൾ എൻഡ് ഓഫ് ദ നോവേറ്റഡ് ലീസിൻ്റെ ലീസ് പീരീഡിൻ്റെ അവസാനം നിങ്ങൾക്ക് മെയിനായിട്ട് 4 ഓപ്ഷനാണുള്ളത്. അതിലത്തെ ഒന്നാമത്തെ ഓപ്ഷൻ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നോവേറ്റഡ് ലീസിലുള്ള കാറ് ട്രേഡിങ് ചെയ്തിട്ട് വേറെ പുതിയ കാറ് വാങ്ങാം. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രേഡിങ് ചെയ്യുമ്പോൾ ആ കാറിൻ്റെ വിലയ്ക്ക് ആ കാറിൻ്റെ അപ്പത്തെ വിലയ്ക്ക് അവർ വാങ്ങിച്ചിട്ട് ആ വിലയുടെ, അതായത് ആ റെസിഡൽ എമൗണ്ടിന് അവർ കാറ് വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ട് അവർ നമ്മുടെ ഈ ബലൂൺ പേയ്മെൻറ്റ് നടത്തി ബാക്കി നമുക്ക് വല്ലതും മിച്ചമുണ്ടെങ്കിൽ അത് നമ്മുടെ ഡെപ്പോസിറ്റാക്കി കണക്കാക്കി പുതിയ കാറേക്ക് കൊടുത്ത് നമുക്ക് വീണ്ടും ഒരു പുതിയ നോവേറ്റഡ് ലീസിൽ പുതിയ കാറ് വാങ്ങിച്ച് ഉപയോഗിക്കാം. അതാണ് ഒരു ഓപ്ഷൻ. അതായത് നിങ്ങളിപ്പോൾ നേരത്തെ ലാൻഡ് ക്രൂസർ 5 വർഷം കഴിഞ്ഞപ്പോൾ വിറ്റു, 26,000 രൂപയ്ക്ക് അവരെടുക്കുന്നു. ആ 26,000 രൂപ എടുത്ത് അവർ നമ്മുടെ റെസിഡൽ പേയ്മെൻറ്റ് അടച്ചു തീർത്തിട്ട് നമുക്ക് പുതിയൊരു കാറ് നോവേറ്റഡ് ലീസിൽ തരുന്നു. അത് നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ റീപേയ്മെൻറ്റ് നടത്തി, നമ്മുടെ കമ്പനി റീപേയ്മെൻറ്റ് നടത്തി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നു. അത് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ വേറൊന്നുമല്ല, നിങ്ങളുടെ നോവേറ്റഡ് ലീസിലുള്ള കാറ് വീണ്ടും ലീസ് ചെയ്യുന്നു. അതായത് നമ്മൾ വീണ്ടും നമ്മുടെ കമ്പനിയും നമ്മുടെ നോവേറ്റഡ് ലീസ് പ്രൊവൈഡർക്കായിട്ട് സംസാരിച്ച് നമ്മുടെ ആ പഴയ കാറ്, നമ്മളിപ്പോൾ നോവേറ്റഡ് ലീസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറ് എൻഡ് ഓഫ് ദ പീരീഡിൽ നമ്മൾ അവരുടെ അടുത്ത് പറയുന്നു, ഈ കാറിനെ വീണ്ടും ഈ റെസിഡൽ എമൗണ്ട്, ഈ കാറിൻ്റെ ബലൂൺ പേയ്മെൻറ്റ് ഒന്നും കൂടി നമ്മൾ നോവേറ്റഡ് ലീസിലേക്ക് ഇടുന്നു. അപ്പോൾ അതായത് നമ്മൾ ഉപയോഗിച്ച കാറ് തന്നെ ഉപയോഗിക്കുന്നു. എന്നാൽ ഈ ഫോർ എക്സാമ്പിൾ മുമ്പത്തെ പോലെ ടൊയോട്ട ലാൻഡ് ക്രൂസർ 92,000 വാങ്ങിച്ചു. 5 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റെസിഡൽ എമൗണ്ട് 26,000 ഓസ്ട്രേലിയൻ ഡോളറാണ്. ഈ 26,000 ഓസ്ട്രേലിയൻ ഡോളർ വീണ്ടും നോവേറ്റഡ് ലീസിലേക്ക് ഇടുന്നു. എന്നിട്ട് വീണ്ടും പഴയ പോലെ നമ്മൾ ആ പഴയ കാർ തന്നെ ഈ കുറച്ച പേയ്മെൻറ്റിൽ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കുറച്ച് ടാക്സ് ബെനിഫിറ്റൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ എൻഡിലും നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ റേറ്റിൽ തന്നെ റെസിഡൽ എമൗണ്ട് ഉണ്ടാവും. അത് നമ്മൾ എൻഡിൽ ഇത് കൊടുത്ത് ബലൂൺ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ വാങ്ങേണ്ട വരും. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ വേറെ ഒന്നുമല്ല, ഈ എൻഡ് ഓഫ് നോവേറ്റഡ് ലീസിൻ്റെ സമയത്ത്, അതായത്
മുമ്പ് പറഞ്ഞ പോലെ $26,000 നമ്മുടെ സേവിങ്സിൽ നിന്ന് എടുത്ത് നമ്മൾ അവർക്ക് കൊടുത്ത് കാറ് നമ്മൾ സ്വന്തമായിട്ട് കീപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എൻഡ് ഓഫ് ദ ലീസ് പീരീഡിൽ നമ്മുടെ കയ്യിൽ $26,000 നമ്മൾ ആ ടൊയോട്ട ലാൻഡ് ക്രൂസറിൻ്റെ ആ അപ്പോഴത്തെ വിലയായ $26,000 നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ആ പൈസ നമ്മളെടുത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ കാറ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അവർ ആ കാറെടുത്ത് ബാക്കി പൈസ ഇല്ലെങ്കിൽ ഒന്നും കിട്ടാനും ഉണ്ടാവില്ല. അപ്പം അതും ഓർത്തിരിക്കുക. നമ്മൾ ബലൂൺ പേയ്മെൻറ്റിനുള്ള പൈസ നമ്മൾ പതുക്കെ സേവ് ചെയ്ത് കൊണ്ടുവരണം 5 വർഷത്തിന് അവസാനത്തേക്ക്. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും നഷ്ടം തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നാലാമത്തെ ഓപ്ഷൻ വേറെ ഒന്നുമല്ല, മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കാറ് നോവേറ്റഡ് ലീസുകാർക്ക് കൊടുക്കാണ്ട് നിങ്ങൾ ഈ കാറ് പ്രൈവറ്റായിട്ട് വിൽക്കുന്നു. പ്രൈവറ്റായിട്ട് വിൽക്കുമ്പോൾ, അതായത് ലാൻഡ് ക്രൂസർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ $92,000 ലാൻഡ് ക്രൂസർ എൻഡ് ഓഫ് ദ 5 വർഷമാകുമ്പോൾ 26,000 ആണ് റെസിഡ്യൂൽ പേയ്മെൻറ്റ്. ആ പേയ്മെൻറ്റും എന്നാൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ $65,000 ആണ്. നിങ്ങൾ ഈ കാറെടുത്ത് $65,000 പുറത്ത് വിറ്റിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ $26,000 എടുത്ത് ഇതിൻ്റെ റെസിഡ്യൂൽ എമൗണ്ട് അടയ്ക്കും. ബാക്കിയുള്ള $30,000 സംതിങ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ അതിന് ക്യാപിറ്റൽ CGT കൊടുക്കേണ്ട വരില്ല, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ട വരില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ലാഭമുണ്ടായി. എങ്ങാനും നമുക്ക് മാർക്കറ്റ് വാല്യൂ ഇതിനേലും കുറവാണെങ്കിൽ, ഇപ്പോൾ 20,000 ഉള്ള മാർക്കറ്റ് വാല്യൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ കാറ് പുറത്ത് വിറ്റിട്ട് നിങ്ങൾക്ക് 20,000 കിട്ടുകയുള്ളെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് അടുത്ത 6,000 കൂടി കൊടുത്താലേ റെസിഡ്യൂൽ പേയ്മെൻറ്റ് ആ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നാലാമത്തെ ഓപ്ഷൻ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നോവേറ്റഡ് ലീസിലെടുത്താലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, നമ്മൾ സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. വേറെ ഒന്നുമല്ല, എൻഡ് ഓഫ് ദ 5 years അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ നോവേറ്റഡ് ലീസ് പീരീഡ് അവരുടെ ആ ബലൂൺ പേയ്മെൻറ്റ് നമ്മളെക്കൊണ്ട് അടയ്ക്കാൻ സാധിക്കണം. നമ്മളെക്കൊണ്ട് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ കാറ് നമ്മുടെ സ്വന്തമാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പലവരുടെയും പലതരത്തിലായിരിക്കും. ചിലവർക്ക് 5 വർഷം കൂടുമ്പോൾ പുതിയ കാറ് ഓടിക്കണമെന്നായിരിക്കും ആഗ്രഹം. അങ്ങനെയുള്ളവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. 5 വർഷം കഴിയുമ്പോൾ പുതിയ കാറിനുള്ള ഇത് അവർ വിറ്റ് ട്രേഡിങ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. പക്ഷെ അപ്പോഴും നമ്മൾ ഒരു കാറ് വാങ്ങുമ്പോൾ ആ കാറിൻ്റെ മാർക്കറ്റ് വാല്യൂ 5 വർഷത്തിന് ശേഷം എന്തായിരിക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു കാറ് വാങ്ങുന്നത് നല്ലതായിരിക്കും. ആ റെസിഡ്യൽ എമൗണ്ട്, അതായത് ATOയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് ഇത്ര പെർസെൻറ്റേജാണ് ഒരു കാറിൻ്റെ ആക്ച്വൽ പ്രൈസിൻ്റെ ഇത്ര പെർസെൻറ്റേജാണ് റെസിഡ്യൽ എമൗണ്ട് 5 വർഷത്തിന് ശേഷം വരണേ, അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം വരണേ. ആ എമൗണ്ടിനേലും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ള കാറുകൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നു എന്ന് വിചാരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ ഓഡ് ക്യാച്ച് ഇറ്റ്.